കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 സാമുവേലിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യൻ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദാവീദ് രാജാവിനെ കുറിച്ച് നമുക്കറിയാം. ദാവീദ് രാജാവ് ഒരു രാജാവ് മാത്രമല്ല, ഒരു നല്ലൊരു ഗായകനായിരുന്നു, നല്ലൊരു ദൈവഭക്തനായിരുന്നു, എപ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തൻ്റെ അന്ത്യകാലം അടുത്തപ്പോൾ താൻ ദൈവത്തെക്കുറിച്ച് പുകഴ്ന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതല്ല, ഒരു മേഘം ഇല്ലാത്ത ഒരു ദിവസത്ത് രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് അതിനുശേഷം പകൽ വരുന്നത് വരെയും അധികം അതിൻ്റെ പ്രകാശം തരികയും മഞ്ഞുകാലത്ത് മുളയ്ക്കുന്ന ആ ഒരു പുല്ല് പോലെയും നല്ല ഇതായിട്ട് ഒരു പ്രകാശമുള്ളവനായിട്ട് ഒരു ദൈവ പൈതൽ ഇരിക്കും എന്ന് പറയുകയാണ്. നാം സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ അധ്യായം, സദൃശവാക്യം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു നീതിമാൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിങ്കൽ ആദ്യം ഒരിക്കൽ പ്രകാശിച്ചിട്ട് ആ പ്രകാശം മങ്ങിപ്പോകുന്നതല്ല. ആ ഒരു സൂര്യോദയത്തിൽ രാവിലെ പ്രകാശിക്കുന്ന ഒരു സൂര്യൻ വീണ്ടും ഉച്ചയേറി വരുന്ന ഒരു സമയത്ത് എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ആ ഒരു പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കും, ഒരു നീതിമാനായ ഒരു മനുഷ്യൻ പ്രകാശിക്കും എന്ന് വചനം അവിടെ പറയുന്നു. പ്രിയ ദൈവ പൈതൽ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആദ്യം ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുകയും പിന്നെ ലോക ഇൻപങ്ങളും ലോക കാര്യവും വരുമ്പോൾ വീണ്ടും അതിൽ നിന്ന് നാം പിന്മാറി നമ്മുടെ സ്വന്തം ജീവിതങ്ങളെ നോക്കി നാം നടക്കുന്നവരാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് ഒന്നിനൊന്നിന് നമുക്ക് എത്ര കഷ്ടതകൾ ഏറുന്നോ അത്രയ്ക്കും അധികമായി ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി നാം ശോഭിക്കുന്നവരായി മാറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരിക്കൽ ദൈവസന്നിധിയിൽ വന്ന് പ്രകാശിക്കുകയും ദൈവമേ വിട്ടുപോകുന്നവരുമായിട്ടല്ല, നല്ലൊരു സൂര്യൻ രാവിലെ ഉദിച്ചിട്ട് ഉച്ചയേറി വരുമ്പോൾ വീണ്ടും അധികമായി പ്രകാശിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നീതി സൂര്യനായ ക്രിസ്തു പ്രകാശിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.